ഫൈബ്രോയിഡ് ചികിത്സിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്? ഫൈബ്രോയിഡ് ചികിത്സിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മറുചോദ്യം, രോഗി എന്തിനാണ് ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്? ഒന്നുകിൽ രോഗിക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ രോഗിക്ക് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകൾ, മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മലം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഡോക്ടറിനെ കാണുന്നത്. അല്ലാതെ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രോഗികൾ ഡോക്ടറെ അടുത്തേക്ക് വരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ഈ സിംറ്റം അനാലിസിസ് ചെയ്യും. എന്തുകൊണ്ട് ഈ സിംറ്റം ഉണ്ടായി? അപ്പോൾ അതിലേക്ക് അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് പലപ്പോഴും ഫൈബ്രോയിഡ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ കാരണം ഫൈബ്രോയിഡ് ആണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഈ ഉത്തരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഈ ഫൈബ്രോയിഡ് ചികിത്സിച്ചില്ലെങ്കിൽ ഈ സിംറ്റംസ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ പലപ്പോഴും ഈ സിംറ്റംസ് വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചികിത്സിക്കുന്നതാണ് നല്ലത്. ഫൈബ്രോയിഡ് എടുത്തു കളയുക എന്നുള്ളത് വളരെ ലളിതമായ ഒരു പ്രോസസ്സാണ്. ഇന്ന് നമുക്ക് കേരളത്തിൽ കാണുന്ന 50 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകളിൽ പല ആൾക്കാർക്കും യൂട്രസ് തന്നെ ഇല്ല. അതിന് പകരം യൂട്രസ് എടുത്ത് മാറ്റുന്നതിന് പകരമായിട്ട് പലപ്പോഴും ഫൈബ്രോയിഡ് മാത്രം എടുത്തു മാറ്റാൻ പറ്റുന്ന നൂതന ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്.